ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ കല്യാണത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന പെൺകുട്ടി അച്ഛനോട് പറയുന്നുണ്ട്, എനിക്ക് കവറിങ് ആഭരണങ്ങളൊന്നും വേണ്ട എന്നൊക്കെ. അങ്ങനെ ചെയ്യുന്നത് ഒരു വിശ്വാസ വഞ്ചനയാണ്, അങ്ങനെ വേണ്ട എന്നൊക്കെ പറയുന്നു. എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെ എനിക്ക് വിശ്വാസമാണ്, അവനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പെൺകുട്ടി പറയുന്നത് കേട്ടിട്ട് അച്ഛനും അമ്മയും പെൺകുട്ടി പറയുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നീക്കുകയാണ്. ആഭരണങ്ങളില്ലാതെ തന്നെ മണ്ഡപത്തിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. ശേഷം കാണിക്കുന്നത് ലോക്കപ്പിൽ കിടക്കുന്ന വിഷ്ണുവിനെയാണ്. വിഷ്ണു സ്വർണം എവിടെയാണ് നഷ്ടപ്പെട്ടതെന്നൊക്കെ ആലോചിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് വേറൊരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ വേണോന്ന്. വിഷ്ണുവിനോട് പോലീസുകാരൻ അങ്ങനെ ചോദിക്കുന്ന കേട്ടിട്ട് ചന്ദ്രബോസിന് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രബോസ് അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട്. കളക്ടറിന്റെ ഭർത്താവാണെന്നുള്ള പരിഗണനയൊന്നും കൊടുക്കണ്ട, അവൻ കള്ളനാണെന്നൊക്കെ പറയുന്നു. ശേഷം വിഷ്ണുവും ചന്ദ്രബോസും തമ്മിൽ വാക്കു തർക്കമാകുന്നുണ്ട്. വിഷ്ണുവിനെ ഇവിടെ നിന്നും രക്ഷിക്കാൻ ഒരിക്കലും ശാലിനിക്ക് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസ് വെല്ലുവിളിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അമ്പലമാണ്. അമ്പലത്തിൽ കല്യാണത്തിനായിട്ട് പയ്യനും അമ്മയും വീട്ടുകാരും എല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അച്ഛനും അമ്മയും പെൺകുട്ടിയും കൂട്ടിയിട്ട് വരുന്നുണ്ട്. പെൺകുട്ടിയുടെ കഴുത്തിലും കയ്യിലും ആഭരണങ്ങളൊന്നും ഇല്ലാത്തത് കണ്ടിട്ട് ബന്ധുമായ സ്ത്രീയാണെങ്കിൽ ചെറുക്കൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്നത് അനാഥ പെണ്ണിനെയാണോന്ന്. ചെറുക്കൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ചെറുക്കൻ്റെ അമ്മ പെണ്ണിന്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്ത് സ്വർണം വേണമെന്നൊക്കെ, അത് നിങ്ങൾ ഇട്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, മോളുടെ സ്വർണം നഷ്ടപ്പെട്ടു പോയി, 2 ദിവസത്തിനുള്ളിൽ പോലീസ് കണ്ടുപിടിക്കുമെന്നാണ് പറഞ്ഞത്. എല്ലാ കാര്യവും മോള് വിളിച്ച് പയ്യനോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ചെറുക്കൻ്റെ അമ്മ അപ്പോൾ പറയുന്നുണ്ട്, വിവാഹം നടക്കണമെങ്കിൽ ഉറപ്പായിട്ട് സ്വർണം വേണം, സ്വർണമില്ലാതെ ഈ വിവാഹം നടക്കത്തില്ല എന്നൊക്കെ പറയാണ്. ചെറുക്കൻ്റെ അമ്മ ചെറുക്കനോട് ചോദിക്കുന്നുണ്ട്, നീ അങ്ങനെ പറഞ്ഞോ വിവാഹം നടത്താമെന്ന്, നീ ഇതിന് കൂട്ടി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ചെറുക്കൻ അപ്പോൾ പറയുന്നുണ്ട്, അമ്മ പറയുന്നത് പോലെ ഞാൻ കേൾക്കത്തുള്ളൂ എന്നൊക്കെ, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നു. പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിൽ അമ്മയുടെ കാല് പിടിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോളുടെ വിവാഹം മുടങ്ങിപ്പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ ഈ വിവാഹം നടത്തണം, ഞാൻ ഉറപ്പായിട്ടും സ്വർണം കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട്. സ്വർണമില്ലാതെ വിവാഹം നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ചെറുക്കൻ്റെ അച്ഛനും അമ്മയും വാശി പിടിക്കുകയാണ്. ആ സമയത്ത് ശാലിനിയും സത്യാമ്മയും അവിടേക്ക് വരുന്നുണ്ട്. സത്യാമ്മ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങി പോകരുത്, ഞങ്ങൾ കാരണമാകരുത്, സ്വർണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു. സ്വർണം എൻ്റെ മകന്റെ ഓട്ടോയിൽ വെച്ച് തന്നെയാണ് കിട്ടിയത്, എൻ്റെ ഭർത്താവിന് മറവി രോഗമുള്ളത് കൊണ്ട് എവിടെയാണ് എടുത്തു വെച്ചതെന്ന് മറന്നുപോയി, അതുകൊണ്ട് പറ്റിയ അബദ്ധമാണെന്നൊക്കെ പറയുന്നു. സ്വർണം പെൺകുട്ടിയുടെ അച്ഛന്റെ കയ്യിൽ കൊടുക്കുന്നു. സത്യാമ്മ പറയുന്നുണ്ട്, അത് മാത്രമല്ല ഒരു 10 ലക്ഷം രൂപ കൂടെ ഞാൻ തരികയാണെന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം രൂപയും കൊടുക്കുകയാണ്. ചെറുക്കൻ്റെ അച്ഛൻ അപ്പോൾ പറയുകയാണ്, ഈ 10 ലക്ഷം രൂപ തന്നത് സത്യാമ്മ കള്ളം മറയ്ക്കാൻ വേണ്ടിയാണെന്നൊക്കെ, തെറ്റ് ചെയ്തിട്ടാണ് ഈ തരുന്നതെന്നൊക്കെ പറയുന്നു. ശാലിനിക്ക് അപ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് കേട്ടാൽ സത്യാമ്മയാണെങ്കിൽ വലിയ കള്ളത്തരം ചെയ്തതുപോലെയാണ്, പക്ഷെ നിങ്ങൾക്ക് ഇവരെ അറിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയാണ്. ഈ അമ്പലത്തിൽ വെച്ച് തന്നെ എത്ര പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ടെന്ന് അറിയുമോ? അത് മാത്രമല്ല അവർക്കെല്ലാം സ്വർണവും കൊടുത്താണ് വിവാഹം നടത്തിയിട്ടുള്ളത്, എത്ര പേരെ സഹായിച്ചിട്ടുണ്ടെന്ന് അറിയുമോ എന്നൊക്കെ പറയുന്നു. ചെറുക്കൻ്റെ അമ്മ അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ മകന്റെ വിവാഹം സ്ത്രീധനമില്ലാതെ നടക്കത്തില്ലെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, ഞാൻ കേസ് എടുത്താലുണ്ടല്ലോ എന്നൊക്കെ. സ്ത്രീധനം വാങ്ങുന്നതിന്റെ പേരിൽ നിങ്ങളുടെ പേരിൽ കേസ് കൊടുത്താൽ ഇപ്പൊ തന്നെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, അത് വേണോ എന്നൊക്കെ ചോദിക്കുന്നു. ജില്ലാ കളക്ടറായ ശാലിനി വിഷ്ണുവിന് അത് കഴിയുമെന്ന് പറയുന്നു. ശാലിനി അങ്ങനെ പറയുമ്പോഴേക്കും അവർ ഞെട്ടിപ്പോകുന്നുണ്ട്. കല്യാണ ചെറുക്കൻ അമ്മയോടും അച്ഛനോടും പറയുന്നുണ്ട്, നിങ്ങളായിട്ട് ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, സ്വർണം കിട്ടിയിട്ടുണ്ട്, അത് മാത്രമല്ല എക്സ്ട്രാ 10 ലക്ഷം രൂപയും കൂടെ കിട്ടും, എന്തായാലും ഈ വിവാഹം നടത്താമെന്നൊക്കെ പറയുന്നു. ഞാൻ എന്തായാലും സമ്മതം മൂളാൻ പോവുകയാണ്, നിങ്ങൾ കൂടെ നിൽക്കണമെന്ന് പറയുന്നു. 2 പേരും കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കുകയാണ്. കല്യാണ ചെറുക്കൻ എനിക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുകയാണ്. പെൺകുട്ടിയുടെ അച്ഛന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പക്ഷെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.